അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചാറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഷെരീഫിക്ക, ഞാൻ ആ ചാറ്റ് ഫുള്ള് എടുത്ത് വെച്ചിട്ടുണ്ട് മോനെ. ഷെരീഫിക്ക ഇതാ കണ്ടോളി, കാണണ്ടവർ കണ്ടോളി. 2 മണിക്ക് 3 മണിക്കൊക്കെ ഷെരീഫിക്കാൻ്റെ ലീലാവിലാസങ്ങൾ നമ്മളെ ഷെരീഫിക്ക ചാറ്റ് ചെയ്യുന്നത് അല്ല ഇതിലുണ്ട്. ഷെരീഫിക്ക, നിങ്ങൾ ഇന്നലെ രാത്രി വന്നിട്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്തു അല്ലേ? ഷോ, എന്തിനാ ഡിലീറ്റ് ചെയ്തത്? ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മുത്തുമണിയെ. ഡിലീറ്റ് ചെയ്താൽ അത് പോകുന്നില്ല. ഓക്കേ, എന്തേ ഡിലീറ്റ് ചെയ്തു? പേടിച്ചിട്ടാണോ? പണിയാ ഡിലീറ്റ് ചെയ്തത് ഞാൻ ഇവിടെ വെക്കാട്ടോ, അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും. ഞാൻ നോക്കുമ്പോൾ ഞാൻ മൂപ്പരാൾ വിചാരിച്ചു ഞാൻ ആ ഇൻസ്റ്റഗ്രാമിൽ മാത്രമാണ് ചാറ്റ് വെച്ചിരിക്കുന്നത്. അല്ല മുത്തുമണി, ഞാനത് തെളിവ് സഹിതം ഇവിടെ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വെച്ചിട്ടുണ്ടേ കുട്ടി. ഒരു എന്തായാലും ഷെരീഫിക്കാൻ്റെ സ്വഭാവം മാറുന്ന 100% എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാനത് തെളിവ് സഹിതം ചാറ്റുന്നതോട് കൂടിയിട്ട് തന്നെ ഞാനിവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മുത്തുമണി ഷെരീഫേ. അപ്പോൾ ഷെരീഫിക്ക കുടുംബം നേരാക്കാൻ ഈ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ കെട്ടിയുള്ള ഉറക്കി കിടത്തിയിട്ട് ബാത്റൂമിൻ്റെ ഉള്ളിൽ കുളിക്കാൻ കയറിയിട്ടൊക്കെയാണ് വീഡിയോ കോളുകളെയും ബാക്കിയുള്ളതും ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ നടക്കുന്നത്. അപ്പോൾ കൈയില്ലാത്തവൻ ചെറുവിരലില്ലാത്തവനെ കളിയാക്കരുത് ഒരിക്കലും. ഓക്കെ, എല്ലാവരും അത്ര പെർഫെക്റ്റ് അല്ല, ആരും ഈ ദുനിയാവിൽ അത്ര പെർഫെക്റ്റ് അല്ല, എല്ലാവരും കണക്കാണ്. അപ്പോൾ നോക്കിയും കണ്ടും കളിക്കുക. കളി തുടങ്ങുകയാണ് പറഞ്ഞാൽ ഇനി ഇതിൻ്റെ പിന്നാലെ ഷെരീഫിക്കാക്ക് കുറേ കാര്യങ്ങൾ വരാൻ കിടക്കണുള്ളൂ. അപ്പോൾ ഷെരീഫിക്ക ഡിലീറ്റ് ചെയ്ത് വാലും പൊക്കി ഓടി പറഞ്ഞാൽ ആ ചാറ്റ് അങ്ങനെ പോയി എന്നാണോ? നല്ലടാ മോനെ മുത്തുമണി, ഇവിടെ ഉണ്ട് ചാറ്റൊക്കെ ഇവിടെ ഉണ്ട്. ഷാജിത്താത്താനോട് 2 മണി വരെയും 3 മണി വരെയും ചാറ്റ് ചെയ്തല്ലേ? ആ സംഭവങ്ങളൊക്കെ ഷാജിത്താത്ത ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഇൻഫ്ലുവൻസർ യൂട്യൂബറൊക്കെ അല്ലേ, അപ്പോൾ ചാറ്റ് ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, എന്തിനീ പണി? അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കാൻ പഠിക്കുക. ഇനിയെങ്കിലും പണിക്ക് പോയി കുടുംബം നോക്കാൻ പഠിക്കും. മറ്റുള്ള ആണുങ്ങളുടെയും കൂടി വില കളയണ്ട. സത്യം പറഞ്ഞാൽ നിൻ്റെ ഉപ്പാൻ്റെ വില നീ തന്നെ കളയണം. അയാൾ ആ മനുഷ്യൻ ഈ പ്രായത്തിലും പണിയെടുത്തിട്ട് കുടുംബം നോക്കുന്നുണ്ട്, അതാണ് അതിശയം. ഡ്രൈവർ പണിക്ക് പോയിട്ടാണെങ്കിലും അയാൾ കുടുംബം പോയിട്ടുണ്ട്. പറയണേ, പോത്തുപോലെ വളർന്നാൽ നീയൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? വയസ്സാം കാലത്ത് വാപ്പാക്കും ഉമ്മാക്കും വീട്ടിലിരുന്ന് തിന്നാനുള്ള യോഗമില്ല. കാരണം എന്താണ്? ഇതാണ്. അപ്പോൾ എല്ലാ ചാറ്റും നിങ്ങൾ കാണണം. ഷെരീഫിക്കാൻ്റെ നമ്പർ തന്നത്, ഷെരീഫിക്കാനക്ക് നമ്പറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അല്ല അങ്ങനെ ഷെരീഫിക്ക ഭയങ്കരമായിട്ട് എന്നോട് ചാറ്റ്. പിന്നെ ഷെരീഫിക്കാൻ്റെ ഫസ്റ്റ് മുതലുള്ള ചാറ്റ് ഷെരീഫിക്ക ഇവിടെ തന്നെ ഉണ്ട്. ഷെരീഫിക്ക ഓക്കെ, ഷെരീഫിക്ക ബൈ, സീ യു. ചാറ്റ് പോയിട്ടില്ല കേട്ടോ. ഷാജി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാ. പച്ചരച്ച് തിന്നിട്ടല്ലേ ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവളും തുടങ്ങി പച്ചരച്ച് ഒന്ന് ജീവിക്കാൻ. കാരണം ഇവളും ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ഒന്നല്ലേ ചെയ്യുന്നത് ഷെരീഫിനെതിരെ. ഇവൾ വീഡിയോ ചെയ്യും, ഇവക്കെതിരെ ഷെരീഫ് വീഡിയോ ചെയ്യും. ഇപ്പം ഈ എന്താ പറയുക, യൂട്യൂബ് തുറന്നാൽ ഇവരെ രണ്ടാളെ സംഘർഷണം മാത്രമേ ഇതിൽ കാണാനുള്ളൂ. അപ്പോൾ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ നോമ്പിൻ്റെ തലേന്ന് ഇവരൊരു പൊരുത്തപ്പെടിക്കൽ നടന്നു. അതിൻ്റെ അന്ന് രാത്രി ഇവർ രണ്ടാളും കൂടെ ചാറ്റാന്ന് ഇപ്പോൾ ഷാജി കൊണ്ടുവന്നിട്ട് സോഷ്യൽ മീഡിയയിലിട്ട്. നാണും മാനും ഇല്ലാത്തവളാണ്. പിന്നെ ആണുങ്ങൾ എന്തോ ആയിക്കോട്ടെ, അവർ എന്ത് വേണേലും ആയിക്കോട്ടെ, പെണ്ണായ നീ നാണമില്ലാത്തത് കൊണ്ടല്ലേടി അവൻ്റെ കൂടെ 2 മണിക്ക് 3 മണിക്ക് ചാറ്റാൻ നിന്നിന്. നീ നല്ലൊരുവളാണെങ്കിൽ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഏതൊരാണുങ്ങൾ ചാറ്റുമ്പം തിരിച്ച് ചാറ്റരുത്. പക്ഷേ നീ പണ്ടേ അറാൻ പറഞ്ഞതാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം എന്ന് വെച്ചാൽ സ്വന്തം കെട്ടിയോനും അവിടെ പണിക്ക് അയച്ചിട്ട് നീ മറ്റുള്ളയാളെ വഴിയെ പോയതാണെന്ന് പല റിയാക്ഷൻ വീഡിയോക്കാരും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മനം നൊന്നിട്ടാണ് ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്തെന്നും പല ആൾക്കാരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. നീ അത്രക്ക് മോശപ്പെട്ടവളാണെന്ന് പല വീഡിയോസും ഫോട്ടോസും കണ്ടിട്ടും നമുക്ക് മനസ്സിലായിന്. എന്നാൽ നീ നല്ലൊരുവളല്ല. നീ നല്ലതാണെങ്കിൽ പിന്നെ ഇങ്ങനെ അസമയത്ത് ചാറ്റുന്ന ആണുങ്ങളെ കൂടെ തിരിച്ച് ചാറ്റാൻ പാടില്ല. എന്നിട്ട് അവൾ ഈ 2 മണിക്കും 3 മണിക്കും ഷെരീഫ് അയക്കുന്ന മെസ്സേജിന് മറുപടിയും കൊടുത്തിട്ട് ഇപ്പം നിന്നിട്ട് വന്നിട്ട് കുരക്കുന്നു. പിന്നെ ഇവൾ പറയുമ്പോൾ എല്ലാം എന്നാ പറയുന്നേരം, ഞാൻ എൻ്റെ വീഡിയോ എല്ലാം എൻ്റെ അടുത്ത് റെക്കോർഡാണ്, മെസ്സേജെല്ലാം എൻ്റെ അടുത്ത് റെക്കോർഡാണ്. എന്തിനാടി ഖബറിലേക്ക് കൊണ്ടുപോകാനാ? അവിടുന്ന് മലക്കുകൾ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കാനാ?
നീ ആരെ ആടി ഇങ്ങനെ പറഞ്ഞിട്ട് ഇതാക്കുന്നു? ഇങ്ങനത്തെ നാണം കെട്ട പണി നിനക്കേ അറിയൂ. ഇങ്ങനെ നിൻ്റെ അടുത്ത് പെരുന്നാളെയൊക്കെ വീഡിയോ പിടിച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യൽ അത് ഷാജിദാക്ക്